हाय मेरे प्यारे बच्चों, आदाब। आप कैसे हैं? ठीक है ना? सुगले। हमने पिछले क्लास में एक कहानी सुने थे। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കഥയാണ് കേട്ടത്. എന്തൊക്കെയായിരുന്നു ആ കഥയിൽ ഉണ്ടായിരുന്നത്? എവിടെ എത്തി? നമുക്കൊന്ന് ഓർത്തെടുത്താലോ? അമ്മയ്ക്ക് ഗരീബ് ലഡ്കെ, ഒരു പാവപ്പെട്ട കുട്ടിയുടെ കഥയായിരുന്നു കേട്ടതല്ലേ? എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? ഉസ്കാ നാം ക്യാ ഹെ? जी हाँ, समीर है। समीर कहाँ के रहने वाला? जी, लातूर का रहने वाला। ലാത്തൂറിൽ ജനിച്ചു വളർന്ന സമീർ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെയാ? ജി, അവനവൻ്റെ സങ്കടം നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ കഥയാണ് നമ്മെ കേൾപ്പിച്ചു കൊണ്ടിരുന്നത്. ഒരു ദിവസം ഓ ഗഹരി നീന്ത് മേത്ത, നല്ല ഗാഠമായ ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കത്തിനിടയിലാണ് ഏക് ഡറൗനി ആവാസ്, ഒരു പേടിപ്പെടുത്തുന്ന ശബ്ദം അവൻ കേട്ടത്. ഡറൗനി ആവാസ് കേട്ടതിന് ശേഷം അവൻ എഴുന്നേറ്റു. നോക്കിയപ്പോൾ ക്യാ ഹേ? घर की जगह पत्थरों का ढेर है. അവൻ്റെ വീട് നിന്ന സ്ഥലത്ത് പത്തറോം കാ കൂമ്പാരം ഹെ, കല്ലുകളുടെ കൂമ്പാരമായിരുന്നു. ദീവാർ കെ നീച്ചെ അമ്മി ഹെ, ഗിരി ഹുയി ദീവാർ കെ നീച്ചെ, പൊളിഞ്ഞു വീണ ചുമരിനടിയിലായിരുന്നു അവൻ്റെ ഉമ്മ. അബുവും അബോധാവസ്ഥയിലായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവനും ബോധം കെട്ട് വീണു. ജബ് ഹോഷ് മേ ആയാ തോ, അവന് ബോധം വന്ന സമയത്ത് അവൻ എവിടെയായിരുന്നു? ജി ഹാ, എവിടെ? അസ്പതാൽ മേ താ, ആശുപത്രിയിലായിരുന്നു. അവനെവിടെയായിരുന്നു? ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ആശുപത്രിയിലൊക്കെ നിന്നതിന് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഉനേം മാലു നഹി താ, അവനറിയില്ലായിരുന്നു. ക്യാ കരൂ, ഇനി ഞാൻ എന്ത് ചെയ്യും? കഹാ ജാവൂ, ഇനി ഞാൻ എവിടെ പോകും? വീടില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, ഇനി ഞാൻ എവിടെ പോകും? ചൽത്തേ ചൽത്തേ, നടന്ന് നടന്ന്, ഭൂക്ക പ്യാസ, വിശന്നുകൊണ്ട് ദാഹിച്ചുകൊണ്ട്, ഏക്ക് പേടിക്ക നീച്ചെ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഓ ബൈഠ, അവനിരുന്നു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ബാക്കി ഹം ദേഖേങ്കെ, അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ദേഖിയേ. इतने में एक आदमी मेरे पास आया. इतने में एक आदमी मेरे पास आया. ഈ സമയം, ഏത് സമയം? മേ കഹാ ഹെ, ഏക്ക് പേട് കെ നീച്ചെ ഹെ, ഒരു മരത്തിൻ്റെ തണലിൽ ഇരിക്കുന്ന സമയത്ത് ഏക് ആദ്മി, ഒരു മനുഷ്യൻ, ഒരാൾ, മേരെ പാസ് ആയ, എൻ്റെ അടുത്ത് വന്നു. वो मेरी बातें सुनकर मुझे अपने साथ घर ले गया. ഞാൻ അയാളോട് എൻ്റെ എല്ലാ കാര്യങ്ങളും കേൾപ്പിച്ചു. മുझे अपने साथ घर ले गया, അദ്ദേഹം എന്നെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉൻകാ നാം സൽമാൻ था, അയാളുടെ പേര് സൽമാൻ എന്നായിരുന്നു. ഉൻകാ കോയി ബച്ച നഹി था, കോയി ബച്ച, ബച്ച ഇല്ലായിരുന്നു. ഉനോനെ മുझे अपने बच्चा बना लिया. उन्हें बच्चा नहीं है, इसलिए मुझे अपना बच्चा बना लिया. അദ്ദേഹത്തിൻ്റെ ബച്ചയാക്കി മാറ്റി.
वो बुढ़ापे में भी मजदूरी करते थे। वो एक बूढ़ा था, बूढ़ा बूढ़ा वृद्धन, बुढ़ापे वार्धक्य, बुढ़ापे में भी मजदूरी करते थे, मजदूरी करते थे, काम करते थे। मैंने सोचा, क्या सोचा? उनकी मदद करना मेरी जिम्मेदारी है, मेरी उत्तरवादित्व है। क्या है उत्तरवादित्व? काम में उन्हें മദത് കർണ, ജോലിയിൽ അദ്ദേഹത്തെ സഹായിക്കേണ്ടത്. സമീർ की कहानी सुनकर बाबू की आंखें भर आए. कहानी सुनकर बाबूविൻ്റെ आंखें भर आए. बच्चों, हम एक बार पढ़ें, നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. आप मेरे साथ पढ़िए. इतने में एक आदमी मेरे पास आया. वो मेरी बातें सुनकर मुझे अपने साथ घर ले गया. उनका नाम सलमान था. उनका कोई बच्चा न था. उन्होंने मुझे अपना बच्चा बना लिया. वो बुढ़ापे में भी मजदूरी करते थे. मैंने सोचा कि उनकी मदद करना मेरी जिम्मेदारी है. समीर की कहानी सुनकर बाबू की आंखें भर आए. क्या आप पढ़ा है? समझा? जी हाँ. तो मैं चंद सवाल पूछूं, ചോദിക്കട്ടെ? ओके. समीर भूखा प्यासा कहाँ बैठ रही थी? समीर भूखा प्यासा कहाँ बैठ रहा था? എവിടെയായിരുന്നു? നമ്മൾ ഇന്ന് അവിടെ നിന്നാണ് തുടങ്ങിയത് അല്ലേ? जी एक पेड़ के नीचे. जी. और इतने में उसके पास कौन आया? कौन आया? हाँ जी, एक आदमी. उसका नाम क्या है? सलमान है. सलमान. जी. समीर की दर्द भरी कहानी सुनकर बाबू ने क्या सोचा होगा? വേദന നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ സമീറിൻ്റെ ഈ കഥ കേട്ടിട്ട് ബാബു എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക? आप बताइए, क्या है? जी, वो एक गरीब लड़का है. അവനൊരു പാവപ്പെട്ട കുട്ടിയാണ്. और क्या है? जी, उन्हें माँ बाप नहीं है. അവന് ഉമ്മയും ഉപ്പയും ഇല്ലാത്ത കുട്ടിയാണ്. और क्या है? हाँ जी जी, घर नहीं है, वो बेघर है. അവന് വീടില്ല. സബ് കുച്ച് ഖോ ഗയേ ഹേ, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉമ്മയുമില്ല, ഉപ്പയുമില്ല, വീടുമില്ല. സബ് കുച്ച് ഖോ ഗയേ ഹേ, എല്ലാം നഷ്ടപ്പെട്ടവനാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചതിന് ശേഷം ഇങ്ങനെയുള്ളൊരു കുട്ടിയെ നമ്മളെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ, നമ്മളെ മുമ്പിൽ കാണുകയാണെങ്കിൽ നമ്മളെന്താലോചിച്ചിട്ടുണ്ടാവും? മേ ഉനേ കേസെ മദത് കരൂ, ഞാൻ എങ്ങനെ ഇവനെ സഹായിക്കും? ഇല്ലേ? സഹായിക്കണ്ടേ? ഹം ഭി കുച്ച് കർ സക്തേ ഹേ, നമുക്കും പലതും ചെയ്യാൻ കഴിയും. ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. ജി देखिए बाबू ने क्या सोचा होगा? बाबू എന്തെല്ലാമാണ് ആലോചിച്ചതെന്ന് നോക്കൂ. वो गरीब लड़का है, माँ बाप नहीं है, वो बेघर है, काम करने पर मजबूर है. मैं उन्हें कैसे मदद करूं?
हम भी कुछ कर सकते हैं. ഇതുപോലെ ഇസീ തര ബാബു ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. बच्चों, आप बताइए इस कहानी में कितने किरदार है और कौन कौन है? ഈ കഥയിൽ കിത്തിനെ കിർദാർ ഹെ, എത്ര കിർദാറുകളുണ്ട്? ഓർ കോൻ കോൻ ഹെ, ആരെല്ലാമാണ്? ബത്തായിയേ. जी जी समीर है, समीर है और हाँ उसके अब्बा है, अम्मी है और सलमान है. जी समीर, अम्मी, अब्बा और सलमान. इस कहानी में कौन सा किरदार आपको ज़्यादा पसंद है? ഏത് കിർദാറിനെയാണ് നിങ്ങൾക്ക് ഏറ്റവും പസന്തായിട്ടുള്ളത്? कौन सा? जी समीर है. समीर की किरदार, समीर का किरदार आप क्यों पसंद करते हैं? നിങ്ങളെന്താ സമീറിൻ്റെ കിർദാറിനെ പസന്ത് ചെയ്യാനുള്ള കാരണം ക്യാ ഹെ? എന്തുകൊണ്ടാണ് സമീറിനെ ഇഷ്ടപ്പെടാൻ കാരണം? അവൻ പാവപ്പെട്ട കുട്ടിയാണ്, ഉമ്മയില്ല ഉപ്പയില്ല, വീടില്ല, പിന്നെ ചെറുപ്പം മുതൽക്ക് തന്നെ അവൻ ജോലി ചെയ്യാണ്. जी बच्चों, इस कहानी में आपको कौन सा किरदार ज़्यादा पसंद है? क्यों? ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്, എന്തുകൊണ്ട്? आप इस तरह लिखिए, मेरा पसंदीदा किरदार, पसंदीदा किरदार സമീർ है. मेरा पसंदीदा किरदार സമീർ है. നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള മറ്റു കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. എഴുതില്ലേ? बच्चों, आज 2 सरगर्मियाँ हैं. आपके लिए 2 सरगर्मियाँ हैं. पहला, समीर की कहानी सुनकर बाबू ने क्या सोचा होगा. दूसरी, इस कहानी में कौन सा किरदार आपको ज़्यादा पसंद है? क्यों? ഇന്ന് 2 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ പ്രവർത്തനം, സമീറിൻ്റെ കഥ കേട്ടതിന് ശേഷം ബാബു എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിച്ചിട്ടുണ്ടാവുക. 2, ഈ കഥയിൽ ഏതു കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, എന്തുകൊണ്ട്? ഈ 2 പ്രവർത്തനങ്ങളും अच्छी तरह लिखकर आपकी ഉറുദു ടീച്ചർക്കോ भेजिए. നല്ല പോലെ എഴുതി ഉറുദു ടീച്ചർക്ക് അയച്ചു കൊടുക്കില്ലേ? जी ठीक है, शुक्रिया, खुदा हाफिज़.